ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഹെയർ പർച്ചേസിലെ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷൻ്റെ എക്സ്പ്ലനേഷനാണ് പറയുന്നത്. അപ്പോൾ നമ്മളോട് ജേണൽ എൻട്രീസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജേണൽ എൻട്രീസ് നമ്മൾ മെഷീനറി വാങ്ങുന്നത് 1 ഏപ്രിൽ 2016 ആ ദിവസത്തെ എൻട്രി മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു വിഗൽ ഇൻഡസ്ട്രീസ്, അതായത് നമ്മൾ ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിലാണ് ചെയ്യുന്നത്. അതായത് അസറ്റിൻ്റെ ഫുൾ എമൗണ്ട് തന്നെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ അസറ്റിൻ്റെ ഫുൾ എമൗണ്ട് 25,000 ആണ്. നമ്മൾ വാങ്ങിക്കുന്നത് വിഗൽ ഇൻഡസ്ട്രീസിൻ്റെ അടുത്തു നിന്നാണ്. അപ്പം അസറ്റ് വരുന്നതുകൊണ്ട് അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. വിഗൽ ഇൻഡസ്ട്രീസിന് ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ വർഷം അവസാനം 31 ഡിസംബർ ആകുമ്പോൾ നമ്മൾ 31 ഡിസംബർ അല്ല, വാങ്ങിക്കുന്ന ദിവസം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 5,000 ഇനീഷ്യൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വിഗൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 5,000, നമ്മുടെ ക്യാഷ് 5,000 പോവുകയാണ്. അതുകൊണ്ട് ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ വിഗൽ ഇൻഡസ്ട്രീസിൻ്റെ 25,000 ലാബിലിറ്റി ഉള്ളതിൽ നിന്ന് 5,000 കുറയുകയാണ്. അപ്പോൾ അതിന് ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ആ ഇയറിൽ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വിഗൽ ഇൻഡസ്ട്രീസ്. അത് 20,000 മുകളിൽ, അതായത് 5,000 ഓൾറെഡി കൊടുത്തപ്പോൾ പിന്നെ 20,000 ആണ് വരിക. 20,000 മുകളിൽ 5%, ദാറ്റ് ഈസ് 750 ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വിഗൽ ഇൻഡസ്ട്രീസ്. പിന്നെന്താണ്? അത് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നില്ല, ഇൻട്രസ്റ്റ് ഡ്യൂ ആയത് കാണിക്കുന്ന എൻട്രിയാണത്. നമ്മളതിൽ ക്യാഷ് ഉൾപ്പെടുത്തിയിട്ടില്ല, ക്യാഷ് അതിൽ കൊടുക്കുന്നതായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് കൊടുക്കണം. വിഗൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, അതായത് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുമ്പോൾ, അതായത് നമ്മൾ കൊടുക്കുമ്പോൾ എന്താണ്? ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ടും അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂട്ടിയിട്ടാണ് കൊടുക്കുക. അല്ലാതെ ഇൻട്രസ്റ്റ് ഇതാന്ന് പറഞ്ഞ് ഒരു ദിവസം കൊടുക്കുന്നു, പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് വേറൊരു ദിവസം, അങ്ങനെയല്ലല്ലോ ചെയ്യുക. അപ്പം നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോൾ അതിൽ ഒരുമിച്ചാണ് കൊടുക്കുക. അപ്പോൾ വിഗൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 5,750 രൂപ, അതായത് 5,000 നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് മാത്രമായിട്ട് കൊടുക്കാനുള്ളതും 750 അതിൻ്റെ ഇൻട്രസ്റ്റും, അതായത് കൊടുക്കാൻ ബാക്കിയുള്ള 20,000 മുകളിലുള്ള ഇൻട്രസ്റ്റ്. പിന്നെ നമ്മൾ അസറ്റിൻ്റെ മുകളിൽ ഡിപ്രീസിയേഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി 1,875, അതായത് നമ്മൾ 25,000 മുകളിലാണ് എന്ത്? ഡിപ്രീസിയേഷൻ കാണേണ്ടത്. പക്ഷേ ഒരു വർഷത്തേക്ക് വരുന്നില്ല, 9 മാസത്തേക്കേ വരുന്നുള്ളൂ. നമ്മൾ ഏപ്രിൽ 1 വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഡിപ്രീസിയേഷനും അതേപോലെ ഇൻട്രസ്റ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യണം. P&L അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രീസിയേഷൻ. ഇത്രയാണ് ഫസ്റ്റ് ഇയറിൽ വരിക. ഇനി സെക്കൻഡ് ഇയറിലുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നോട്ട് സബ്മിറ്റ് ചെയ്തതിൽ ചില ആളുകൾ ആ മെഷീനറി വാങ്ങിക്കുന്ന എൻട്രി തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മെഷീനറി നമ്മൾ ഏപ്രിൽ 1, 2016 വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ എല്ലാ വർഷവും നമ്മൾ മെഷീനറി വാങ്ങിക്കുന്നില്ല. അത് സ്വന്തമായിട്ട് എഴുതിയോണ്ട് പറ്റിയ തെറ്റാണ്, കുഴപ്പമില്ല, ശ്രദ്ധിച്ചാൽ മതി. കോപ്പി ചെയ്യുമ്പോൾ പിന്നെ തെറ്റ് വരില്ലല്ലോ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ നമ്മൾ വീണ്ടും മെഷീനറി വാങ്ങിക്കുന്നില്ല. നമ്മൾ എന്താ സെക്കൻഡ് ഇയർ നമുക്ക് എന്ത് വരും? ഇൻട്രസ്റ്റ് കൊടുക്കണം നമ്മൾ. അപ്പം ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വിഗൽ ഇൻഡസ്ട്രീസ് പറഞ്ഞിട്ട് എന്ത് വരും? 750 രൂപ വരും. പിന്നെ വിഗൽ ഇൻഡസ്ട്രീസ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 5,750 തന്നെ അതും വരും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ ഇവിടെ 2 സ്ഥലത്തും 750 വരുന്നത് സെയിം എമൗണ്ട് ആയതുകൊണ്ടിട്ടല്ല. ആദ്യത്തെ വർഷം നമ്മൾക്ക് എന്താണ്? നമ്മൾ കൊടുക്കാനുള്ളത് 20,000 20,000 9 മാസത്തേക്ക് കാണണ്ടോ, കാരണം ഏപ്രിൽ 1 നമ്മൾ മെഷീനറി വാങ്ങിക്കുന്നുള്ളൂ. ഇവിടെ നമ്മൾ ഇനി കൊടുക്കാനുള്ളത് 15,000, അതായത് വീണ്ടും 5,000 കഴിഞ്ഞ വർഷം ലാസ്റ്റ് കൊടുത്തു, 15,000 കൊടുക്കാനുള്ളൂ. പക്ഷേ 15,000 മുകളിൽ ഹോൾ ഇയർ ഉണ്ട്. അപ്പോൾ 15,000 മുകളിൽ 5%, അതുകൊണ്ടിട്ടാണ് 750 വരുന്നത്. പിന്നെ ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോൾ വിഗൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 5,750 വരും. പിന്നെ ആ വർഷം നമുക്ക് വരുന്നതാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി, അതായത് 25,000 മുകളിൽ 10%. ഡിപ്രീസിയേഷൻ നമ്മളോട് ഫുൾ ക്യാഷ് പ്രൈസിലാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2,500 വരും. പിന്നെ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇൻട്രസ്റ്റിൻ്റെ 750, ഡിപ്രീസിയേഷന് 2,500. അപ്പോൾ P&L അക്കൗണ്ടിൽ 3,250 വരും. P&L അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രീസിയേഷൻ. ഇത്രയാണ് 2017 വരുന്ന എൻട്രീസ്. ഇനി 2018 വരുമ്പോൾ വീണ്ടും ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു വിഗൽ ഇൻഡസ്ട്രീസ്. നമ്മളിനി കൊടുക്കാനുള്ളത് 10,000 ആണ്, 10,000 ആണ്. 10,000 മുകളിൽ 5% വരുമ്പം 100 വരും. പിന്നെ വിഗൽ ഇൻഡസ്ട്രീസ് ടു ക്യാഷ് 5,500, 5,000 ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ടും 500 ഇൻട്രസ്റ്റും. പിന്നെ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് വീണ്ടും 2,500 തന്നെ. അതെല്ലാ വർഷവും ടോട്ടൽ അസറ്റ് പ്രൈസിൻ്റെ മുകളിൽ തന്നെയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ P&L അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ടു ഡിപ്രീസിയേഷൻ. ഇത്രയാണ് 2018 വരിക.
പിന്നെ 19 ആകുമ്പോൾ വീണ്ടും ഇൻട്രസ്റ്റ്. ഇനി നമ്മൾ വെറും 5000 റുപ്പീസേ കൊടുക്കാനുള്ളൂ. അപ്പോൾ 5000-ന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് പ്ലസ് പിന്നെ അടുത്ത എൻട്രി ആയിട്ട് വിഗൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എന്താണ് 5250, 5000 ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും 250 ഇൻട്രസ്റ്റ് എമൗണ്ടും. ഇത്രയാണ് എൻട്രീസ് വരിക. പിന്നെ ആ വർഷത്തെ ഡിപ്രീസിയേഷനും നമ്മൾ കാണണം. പിന്നെ 2019 നമുക്ക് ഇൻട്രസ്റ്റ് 250 വരുള്ളൂ. അതായത് നമ്മൾ 5000 കൂടെ കൊടുക്കാനുള്ളൂ. അപ്പോൾ 5000-ൻ്റെ മുകളിൽ 5% ആണ്, 250 വരും. പിന്നെ വിഗൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത് 5000 + 250. പിന്നെ ഡിപ്രീസിയേഷൻ 2500 തന്നെ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, P&L അക്കൗണ്ടിൽ റൈറ്റ് ഓഫ് ചെയ്യണം. 2500 ഡിപ്രീസിയേഷനും 250 ഇൻട്രസ്റ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ 3 വർഷങ്ങളിലേക്ക് വരുന്നത്. 2016, 17, 18, 19 4 വർഷങ്ങളിൽ വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൽ ചെയ്യേണ്ട കാര്യം, മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട്, ഇൻട്രസ്റ്റ് അക്കൗണ്ട്, വിഗൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട്. ഈ 4 അക്കൗണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ അറിയില്ല. ഒരു പ്രോബ്ലവും ഇല്ല. ജേണൽ എൻട്രീസ് എഴുതി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലവും ഇല്ല. ജേണൽ എൻട്രീസ് എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റിൽ തന്നെ നമ്മൾ ജേണൽ എൻട്രീസിൽ നോക്കിയിട്ട്, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇതിലാണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആണെങ്കിൽ ടു മെഷീനറി അത് മാത്രം എഴുതുക. എന്നിട്ട് ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യും. അപ്പം നമുക്ക് മെഷീനറി അക്കൗണ്ട് നോക്കാം. മെഷീനറി അക്കൗണ്ട് നോക്കുമ്പോൾ അതിൽ ഫസ്റ്റ് എന്താണ്, മെഷീനറി അക്കൗണ്ട് ഡെറ്റ് ടു വിഗൽ ഇൻഡസ്ട്രീസ് അല്ലേ. അപ്പോൾ മെഷീനറി അക്കൗണ്ടിൽ ടു വിഗൽ ഇൻഡസ്ട്രീസ് 25,000. പിന്നെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഇയറിൽ ലാസ്റ്റ് നമ്മൾ എൻട്രി എഴുതുന്നുണ്ട്. അപ്പം മെഷീനറി അക്കൗണ്ട് ഡെറ്റ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു മെഷീനറി ആയതുകൊണ്ട് തന്നെ ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു എമൗണ്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു വർഷം 2016 എടുക്കുമ്പോൾ നമ്മൾ മെഷീനറിയിൽ നിന്ന് കാണുന്ന ജേണൽ എൻട്രീസ് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഇങ്ങോട്ട് എടുത്തെഴുതുക എന്ന് മാത്രമേ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് എഴുതുമ്പോൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതായത് 2 എൻട്രീസാണ്. ഒരു എൻട്രി എന്താണ്, മെഷീനറി അക്കൗണ്ട് ഡെറ്റ് ടു വിഗൽ ഇൻഡസ്ട്രീസ്. അപ്പം നമ്മൾ ഈ അക്കൗണ്ടിലേക്ക് ടു വിഗൽ ഇൻഡസ്ട്രീസ് എന്ന് എഴുതുന്നു. പിന്നെ എന്താണ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു മെഷീനറിയാണ്. അപ്പം ബൈ ഡിപ്രീസിയേഷൻ ആ രീതിയിൽ എഴുതി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഡെബിറ്റിൽ വിഗൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ 25,000 നമുക്ക് കിട്ടി. ക്രെഡിറ്റിൽ ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 1875 കിട്ടി. ഇതിൻ്റെ ഡിഫറൻസ് നോക്കുക, ഏത് ഭാഗത്താണോ കുറവുള്ളത് അവിടെ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ബാലൻസ് വരുന്ന എമൗണ്ട് എഴുതുക. ഇതാണ് ഒരു വർഷത്തെ ആ ഒരു ലെഡ്ജർ അക്കൗണ്ട്. ഇവിടെ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. 3 വർഷത്തെ നമുക്ക് ഒരുമിച്ച് തന്നെ ഇങ്ങനെ എന്താ പറയുക ടാലി ചെയ്തിട്ടിട്ട് പോയാൽ മതി. അപ്പം പിന്നെ അടുത്ത വർഷം എന്ത് ചെയ്യണം, ഈ ബാലൻസ് നമ്മൾ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര എഴുതണം, ഈ 23,125 എഴുതണം. പിന്നെ ആ വർഷം നമ്മൾ നോക്കുക, മെഷീനറി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എത്ര ജേണൽ എൻട്രീസ് വരുന്നുണ്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഒരു ജേണൽ എൻട്രിയെ കാണുള്ളൂ, ഏതാണ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു മെഷീനറി. അപ്പം നമ്മൾ ബൈ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കാണുക. വീണ്ടും നേരത്തെ ചെയ്തതുപോലെ ബാലൻസ് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ ബാലൻസ് ക്യാരി ഡൗൺ എഴുതുന്നത്. നമ്മൾ കമ്മിങ് 2 വർഷത്തേക്കും 18-നും 19 എഴുതുക, ഡിപ്രീസിയേഷൻ മാത്രം വരുള്ളൂ, ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുക. അങ്ങനെ ചെയ്താൽ മെഷീനറി അക്കൗണ്ടായി. പിന്നെ ഇതേപോലെ ബാക്കി എല്ലാ അക്കൗണ്ടും നമ്മൾ ഓരോ വർഷത്തെ ജേണൽ എൻട്രീസ് എടുക്കുക. അതിൽ നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ടിൻ്റെ നെയിം എവിടെയാണ് വരുന്നത് നോക്കുക. 2 ആണെങ്കിൽ 2 എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഇനി താഴെ, അതായത് ക്രെഡിറ്റിലാണ് നമ്മളത് അക്കൗണ്ടിൻ്റെ പേര് വരുന്നതെങ്കിൽ ബൈ എന്നും പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഇനിയിപ്പോൾ വിഗൽ ഇൻഡസ്ട്രീസിൻ്റെ അക്കൗണ്ട് എടുത്താൽ വിഗൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് എന്നാണ് എന്ത്, നമ്മൾ ഇനീഷ്യൽ പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കുമ്പോഴുള്ളത്. അപ്പോൾ അവരുടെ അക്കൗണ്ടിൽ ടു ക്യാഷ് എന്ന് എഴുതുക. പിന്നെ നമ്മൾ ലാസ്റ്റ് എന്താണ്, ഇൻട്രസ്റ്റും ഇൻസ്റ്റാൾമെൻറ്റുമായിട്ട് 5,700. അപ്പം വിഗിൽ അക്കൗണ്ട് ഡെറ്റ് ടു ക്യാഷ് 5,750. പിന്നെ നമ്മളെന്താണ് ആദ്യം എഴുതിയത്, മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു വിഗൽ ഇൻഡസ്ട്രീസ് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ബൈ മെഷീനറി എന്ന് പറഞ്ഞാൽ 25,000 വരും. പിന്നെ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു വിഗൽ ഇൻഡസ്ട്രീസ് എഴുതിയത് കൊണ്ട് ബൈ ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടും വരും. അപ്പോൾ അതെങ്ങനെയാണോ ജേണൽ എൻട്രി വരുന്നത് അതിനനുസരിച്ച് 2ഉം ബൈയും ചെയ്ത് ഓരോ വർഷത്തെ കണക്കാണ് നോക്കുക. വർഷത്തത് അങ്ങനത്തെ എൻട്രീസ് ഏതൊക്കെയാണ് വരുന്നത് അത് നമ്മൾ എടുത്തെഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൂട്ടി നോക്കിയിട്ട് എവിടെയാണോ ഡിഫറൻസ് വരുന്നത് അവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതുക. ആ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതിയത് നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പം ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞ് പുതിയ വർഷത്തിലേക്ക് കൊണ്ടുവരിക. വീണ്ടും ഈ ഒരു എൻട്രീസ് എഴുതുക. ഇത്ര മാത്രമേ അതിൽ വരുന്നുള്ളൂ.
അങ്ങനെ നമ്മൾ എന്താ പറയുക നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് മെഷീനറി അക്കൗണ്ട്, വിഗൽ ഇൻഡസ്ട്രീസ്, ഇൻട്രസ്റ്റ്, ഡിപ്രീസിയേഷൻ. അപ്പോൾ ഇതേപോലെ തന്നെ എന്തും ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ടിലും നമ്മൾ എന്താണ് ഫസ്റ്റ് തന്നെ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റ് ടു വിഗൽ ഇൻഡസ്ട്രീസ് എന്ന് എഴുതുന്നത് 31 ഡിസംബർ 2016. അപ്പോൾ ടു വിഗൽ ഇൻഡസ്ട്രീസിന് 750 കൊടുക്കുക. പിന്നെ ആ വർഷം തന്നെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് P&L അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് എഴുതുന്നുണ്ട്. അപ്പം ബൈ P&L അക്കൗണ്ട് 750. അവിടെ പിന്നെ അത് നമുക്ക് ബാലൻസ് ഒന്നും വരുന്നില്ല, അതുകൊണ്ട് തന്നെ ആ അക്കൗണ്ട് അവിടെ ക്ലോസ് ആവും. നെക്സ്റ്റ് ഇയർ വീണ്ടും 31 ഡിസംബർ 2002 വിഗൽ ഇൻഡസ്ട്രി 750 ബൈ P&L അക്കൗണ്ട്. നമ്മൾ ഓരോ വർഷവും ഇൻട്രസ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ എന്താണ് അത് നമ്മൾ പിന്നെ ബാലൻസ് വരുന്നില്ല. അതേപോലെ തന്നെയാണ് ഡിപ്രീസിയേഷൻ്റെതും, നമ്മൾ ഓരോ വർഷം P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിനും ബാലൻസ് വരില്ല. പിന്നെ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റ് അത് ടാലി ആക്കുക അങ്ങനെയൊന്നുമല്ല, നമുക്ക് തന്നിട്ടുള്ള ഐറ്റംസ് നമ്മളൊന്ന് ബാലൻസ് ഷീറ്റിലേക്ക് എഴുതുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ലാബിലിറ്റിയിൽ എന്ത് എഴുതണം, നമ്മൾ 31/12/2016 അസറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മളെന്താണ് പിന്നെ വാങ്ങിക്കുമ്പോൾ നമ്മൾ 25,000 അസറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇയർ എൻഡ് ആവുന്നപ്പോഴേക്കും നമ്മൾ എത്ര ആൾക്ക് കൊടുത്തിട്ടുണ്ട്, 10,000 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് 5,000 ഇനീഷ്യൽ പേയ്മെൻ്റ് ആയിട്ടും 5,000 ആ ഒരു വർഷത്തെ പിന്നെ ആ ഒരു വർഷത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും. അപ്പോൾ ആ ഒരു വർഷം അവസാനം വരുമ്പോൾ നമുക്ക് 15,000 ലാബിലിറ്റിയേ ഉള്ളൂ. അപ്പം നമ്മൾ 31 ഡിസംബർ 2016 ലാബിലിറ്റി സൈഡിൽ 15,000 എഴുതുക. ഹയർ വെൻഡർ, അതായത് വിഗൽ ഇൻഡസ്ട്രീസ് എന്നുള്ള രീതിയിൽ 15,000 എഴുതുക. പിന്നെ ആ വർഷം നമുക്ക് എന്താണ് അസറ്റ് നമ്മൾ ഫുൾ പ്രൈസിലല്ലേ കാണിക്കുന്നത്, അതുകൊണ്ട് തന്നെ 25,000 വരുന്നുണ്ട്. അതിൽ നിന്ന് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് കാണിക്കുക. അതാണ് നമ്മുടെ ആ ഒരു ഇയറിലെ അസറ്റിൻ്റെ വാല്യൂ. അതേപോലെ 2017 നോക്കുകയാണെങ്കിൽ ആ വർഷം നമ്മൾ 5,000 വീണ്ടും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റാൾമെൻറ്റിൽ അസറ്റിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഇവിടെ പരിഗണിക്കേണ്ട കാര്യമില്ല, നമ്മൾ അസറ്റ്സും ലാബിലിറ്റീസും ജസ്റ്റ് നോക്കുകയാണ്. അപ്പം 15,000 5,000 പോയ ആ വർഷം വരുന്ന ലാബിലിറ്റി 10,000. പിന്നെ അസറ്റിൻ്റെ വാല്യൂ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 23,125 ആണ് കാണിച്ചത്. അതിൽ നിന്ന് എന്ത് കാണിക്കണം, ആ വർഷത്തെ ഡിപ്രീസിയേഷൻ കാണിക്കണം. പിന്നെ നെക്സ്റ്റ് ഇയറിലും അതേപോലെ ഹയർ വെൻഡർക്ക് എത്ര ലാബിലിറ്റി ഉണ്ട്, വീണ്ടും നമ്മൾ 5,000 കൊടുക്കുന്നതുകൊണ്ട് 5,000 ലാബിലിറ്റി വരുള്ളൂ. പിന്നെ നമ്മൾ അസറ്റിൻ്റെ എമൗണ്ട് ബാലൻസ് എത്രയാണോ ഉള്ളത് 20,625 കാണിക്കുക. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ട് കാണിക്കുക. ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ഐറ്റംസ് മാത്രം ബാലൻസ് ഷീറ്റിൽ കാണിച്ചാൽ മതി.